ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും പാകിസ്ഥാൻ അതിജീവിക്കണമെങ്കിൽ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയും ചർച്ചയും ഒത്തുപോകില്ല, വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല. ഭീകരവാദങ്ങൾക്കുള്ള പിന്തുണ പാക് സൈന്യവും സർക്കാരും അവസാനിപ്പിച്ചേ മതിയാകൂവെന്നും ഇന്നലെ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശന മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്നതെന്നും ഭാവി എന്താകുമെന്ന് പാകിസ്ഥാന്റെ നടപടികളെ ആശ്രയിച്ചിരിക്കുമെന്നും വെടിനിർത്തലിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ പെരുമാറ്റം നിരീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ തീരുമാനിക്കുകയും ചെയ്യും. ഭീകരത അവസാനിപ്പിക്കാതെ സമാധാനം വരില്ല. ഭീകരതയും പാക് അതീത കശ്മീരിനെയും കുറിച്ച് മാത്രമായിരിക്കും പാകിസ്ഥാനുമായി ഇനി ചർച്ച നടത്തുക. ആണവ ഭീതിയെ ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ല. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, മറിച്ച് ഭീകരതയുടെയും യുഗമല്ല. പാകിസ്ഥാൻ പോറ്റുന്ന ഭീകരർ ഒരു ദിവസം പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളെയും ഇന്ത്യ ഇനി വെവ്വേറെ കാണില്ലെന്നും മോദി വ്യക്തമാക്കി. ഭീകരതയോ സായുധ ആക്രമണമോ ഉണ്ടായില്ലെങ്കിലും പാകിസ്ഥാൻ ഉറപ്പ് നൽകിയപ്പോഴാണ് വെടിനിർത്തലായിട്ടുള്ള അവരുടെ അപേക്ഷ പരിഗണിച്ചതെന്നും മോദി വിശദീകരിച്ചു. ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നു. ലോകം നമ്മുടെ ശക്തി കണ്ടു. ഇന്ത്യക്ക് ഈ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ആദ്യം രാഷ്ട്രമെന്ന ആശയവുമായി രാജ്യം ഒന്നിക്കുമ്പോൾ നിർണായക നടപടി സ്വീകരിക്കുകയും ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്തു. നമ്മുടെ കര, നാവിക, വ്യോമസേനകളും അതിർത്തി സുരക്ഷാ സേനകളും എല്ലാം സുരക്ഷാ ഏജൻസികളും അതീവ ജാഗ്രതയിലാണ്. ഒരു ആണവ ഭീതിയെയും ഇന്ത്യ വെച്ചുപൊറുപ്പിക്കില്ല. അതിനായി ഉപയോഗിക്കുന്ന ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തും. ഭീകര തലവന്മാരെ അവരുടെ പിന്തുണക്കാരെയും വെവ്വേറെ കാണില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നാശം വിതയ്ക്കാൻ ഇന്ത്യക്കായി. 100-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടു. നമ്മുടെ അതിർത്തിയിൽ ആക്രമിക്കാനെത്തിയ മിസൈലുകളും ഡ്രോണുകളും നമ്മുടെ പ്രതിരോധ സേന തകർത്തു. അവർ നമ്മുടെ അതിർത്തി കടന്ന് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു ചെന്ന് തിരിച്ചടിച്ചു നമ്മൾ. ഭീകരരുടെ കെട്ടിടങ്ങൾ മാത്രമല്ല, അവരുടെ മനോധൈര്യവും തകർത്തു. കൊല്ലപ്പെട്ട ഭീകരർക്ക് വിട പറയാനായി പാകിസ്ഥാൻ സൈന്യമെത്തി. സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്ക് ഇനിയും വലിയ തെളിവില്ല. ലോകത്തോട് സഹായിക്കാനായി അഭ്യർത്ഥിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് അവർ ഇന്ത്യൻ DGMOയെ സമീപിച്ചത്. അപ്പോഴേക്കും ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ നശിച്ചിരുന്നു. തീവ്രവാദികളെ കൊന്നു. അവരുടെ ഭീകര കേന്ദ്രങ്ങളെ ഗുഹകളാക്കി മാറ്റി. സമാധാനത്തിലേക്കുള്ള പാത അധികാരത്തിന്റെ ശക്തിയിലൂടെയാണെന്ന് ബുദ്ധ പൗർണമി ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. അതേസമയം പഹൽഗാമിലെ കൂട്ടക്കുരുതിക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ നീതിക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞയായിരുന്നു. ലോകം അത് യാഥാർത്ഥ്യമായി കണ്ടു. ഭീകരത തകർക്കാൻ സായുധ സേനയ്ക്കും സ്വതന്ത്രമായ അവകാശം കൊടുത്തു. നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിൽ നിന്നും സിന്ദൂരം തുടയ്ക്കുക എന്നതിന്റെ അർത്ഥമെന്തെന്ന് ഇപ്പോൾ എല്ലാ ഭീകര ഗ്രൂപ്പുകളും അറിഞ്ഞു കാണും. നമ്മുടെ രാജ്യത്തെ ഓരോ അമ്മയും ഓരോ സഹോദരിയും ഓരോ മകൾക്കും സായുധ സേനയുടെ ഈ വീര്യം ധൈര്യവും സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ വികാരങ്ങളുടെയും നീതിക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞയുടെയും പ്രതിഫലമാണെന്നും മോദി പറഞ്ഞു. അതേസമയം പാക് ഭീകരാക്രമണത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ ലക്ഷ്യങ്ങൾ നേടിയെന്നും വൻ വിജയമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷതയിൽ ചേർന്ന സൈനിക മേധാവികളുടെ യോഗത്തിൽ വിലയിരുത്തി. ഈ യോഗത്തെ തുടർന്ന് ഇന്നലെ രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത്. വെടിനിർത്തൽ ധാരണ ലംഘിച്ചാൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അതിർത്തിയിലടക്കം ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് സേനാ മേധാവികൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കരനാവിക വ്യോമസേനാ മേധാവികളായ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, എയർ ചീഫ് മാർഷൽ ഹർപ്രീത് സിംഗ്, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, റോ മേധാവി രവി സിൻഹ എന്നിവർ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ അടച്ചിട്ട് 32 വിമാനത്താവളങ്ങൾ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമായെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്നതിനിടെയായിരുന്നു രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള 32 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടത്.
ഡ്രോണുകളും മിസൈലുകളും അടക്കമുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഈ മാസം 15 വരെ വിമാനത്താവളങ്ങൾ അടച്ചിടാനായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്താത്തതിനെ പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ വീണ്ടും തുറക്കാനുള്ള അറിയിപ്പ് വരുന്നത്. വിമാന കമ്പനികളുമായി നേരിട്ടും അവരുടെ വെബ്സൈറ്റുകളിലും യാത്രക്കാർ വിമാനങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നാണ് എയർപോർട്ട് അതോറിറ്റി പ്രസ്താവനയിൽ പറയുന്നത്.